സുഖത്തിനും സന്തോഷത്തിനുമായിട്ട് ഇച്ഛിക്കുന്നത്. അതുപോലെ നമ്മൾ ബാക്കിയുള്ളവരുടെയും സുഖത്തിനും സന്തോഷത്തിനുമായിട്ട് ഇച്ഛിക്കണം എന്നാണ് ഈ വേദമന്ത്രത്തിന്റെ താല്പര്യം. വേദമന്ത്രത്തില് സ്വാർത്ഥിയും പരാർത്ഥിയും ഉപാർത്ഥിനെയും കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വേദമന്ത്രത്തിൽ എങ്ങനെയാണ് നമുക്ക് വേണ്ടി നമ്മളെ ഉന്നതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ മറ്റുള്ളവരെ ഉന്നതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ് ഈ വേദമന്ത്രത്തിൽ പറയുന്നത്. നമ്മൾ നമ്മുടെ ഉന്നതിയിൽ മാത്രം സന്തുഷ്ടരാവാതെ സമാജത്തിന്റെ ഉന്നതിയിലും സന്തുഷ്ടരാവണം. നമ്മൾ സ്വയം കാര്യം നോക്കി സ്വാർത്ഥരാകാതെ നമ്മളുടെ കാര്യം ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും കഴിയാവുന്നവരെ സഹായിക്കണം. വിദ്യയുടെ അധ്യയനത്തിലും ധർമ്മത്തിന്റെ കാര്യത്തിലും നമ്മൾ സ്വാർത്ഥിയാകണം. ഈ വേദമന്ത്രത്തിന്റെ ഭാവം എനിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വചനമുണ്ട്. സ്വകീയപ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം, അതിനാല് നരന് നന്മ ചെയ്യും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. അതായത് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുവാണെങ്കിലും ആ കർമ്മം ബാക്കിയുള്ളവർ അന്യർക്ക് നന്മ ഉണ്ടാക്കുന്നതായിരിക്കും. ഈ നമ്മുടെ സമാജത്തിൽ 3 തരം വ്യക്തികളുണ്ടാവുക. ഒന്ന് സ്വാർത്ഥികള്, ഒന്ന് നിസ്വാർത്ഥികള്, ഒന്ന് ഉഭയാർത്ഥികള്. ഈ സ്വാർത്ഥി എന്നവർ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവരാണ്. നിസ്വാർത്ഥി എന്നാൽ എനിക്കില്ലേലും മറ്റുള്ളവർക്ക് ഉണ്ട് എന്ന ഭാവത്തോടെ ജീവിക്കുന്നവര്. ഉഭയാർത്ഥി എന്ന് പറഞ്ഞാൽ എനിക്കുമുണ്ട് അവർക്കുമുണ്ട് എന്ന ഭാവത്തിൽ ജീവിക്കുന്നതാണ് ഉഭയാർത്ഥികൾ. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നിസ്വാർത്ഥ ഭാവനയോടെ വേണം ചെയ്യാൻ.